അപ്പോൾ ഇന്നേ നമുക്ക് കുക്കറിലൊരു ചിക്കൻ കറി വേഗം അങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ രാത്രി ചിക്കൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ കിട്ടിയപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് അത്രയും ചേർത്തിട്ട് ഞാൻ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതവിടെ കുറച്ച് നേരം അങ്ങ് ഇരിക്കട്ടെ, നമുക്ക് അപ്പോഴേക്കും വേഗം കുക്കർ എടുത്ത് വെക്കാം. ഇതിലെല്ലാം നന്നായി മിക്സാക്കി കൊടുക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ ഞാനിങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് തന്നെ എല്ലാം നമ്മൾ ആ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ കുക്കറിൽ ഇനിയിപ്പോൾ സവാളയൊക്കെ വഴറ്റി കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റ് ടൈമോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ, കുക്കറിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ അതാ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ സവാള 1-2 സവാള, ഞാൻ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 5-8 ചെറിയുള്ളി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടായിരുന്നു, അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ചെറിയുള്ളിയൊക്കെ ചിക്കൻ കറി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആ കുക്കറിൽ ഇങ്ങനെ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഞാനിതിൽ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചത്. അപ്പോൾ ഈ കറിയിലൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടി. പിന്നെ അതുപോലെ നമ്മുടെ കറിവേപ്പിലയോ അതല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി നമ്മുടെ സവാളയെല്ലാം നന്നായി വഴറ്റി വരണം, അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ അങ്ങനെ ഓരോന്ന് ചേർത്ത് കൊടുക്കുകയും. ഇപ്പോൾ രാത്രിയൊക്കെ ചിക്കൻ മേടിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യണതാണ് കേട്ടോ. അത് കുക്കറിൽ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കൻ വെന്തും കിട്ടും. ഈ സവാളയെല്ലാം കുക്കറിൽ കിടന്ന് വേവുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുക്കറിൽ കറി വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. അധികം അങ്ങ് വേവിക്കാതെ എന്നാൽ മാത്രം മതി, ഒരു വിസിലടിച്ചാൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. കുക്കറിലെ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായി വഴഞ്ഞു വന്നു. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇവിടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി അങ്ങ് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി കുക്കറിൽ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചാലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഓരോ തോന്നുകയാണെങ്കിൽ ഒരു വിസിലും കുറച്ച് നേരം കൂടി ഒന്ന് സിമ്മിലിട്ട് വേവിച്ചിട്ട് ഓഫാക്കാം കേട്ടോ. ഒരു വിസിൽ മതി എന്താണെങ്കിൽ. ഞാനിതിൽ ഒരു വിസിലാണ് അടുപ്പിച്ചത്. അപ്പോൾ അത് കുറച്ച് ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല പോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഗ്രേവി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കറിയുടെ ഈ ചാറ് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ. പിന്നെ കുക്കർ ഒന്നും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വരുമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയിലയും ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി കേട്ടോ. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ കുക്കറിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.